ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് ബ്രെഡ് സ്റ്റിക്സ് ആണ്, അല്ലെങ്കിൽ ഇതിന് സൂപ്പ് സ്റ്റിക്സ് എന്ന് പറയും. ഇറ്റലിക്കാരൊക്കെ ഇതിൽ സൂപ്പിൽ മുക്കി കഴിക്കുന്നതാണ്. അല്ലെങ്കിൽ നമുക്കിത് പല ഡിപ്പിങ്ങിലും മുക്കി കഴിക്കാവുന്നതാണ്. ഇപ്പോൾ വെറുതെ ചായയിലും കാപ്പിയിലൊക്കെ ബ്രെഡോ അല്ലെങ്കിൽ റസ്ക്കൊക്കെ മുക്കി കഴിക്കാൻ ഇഷ്ടമുള്ളവർക്കൊക്കെ അങ്ങനെയും കഴിക്കാവുന്നതാണ്. അല്ലെങ്കിൽ നമ്മുടെ ഗാർലിക് ബട്ടറൊക്കെ ഇതിൻ്റെ മുകളിൽ ഒന്ന് ബ്രഷ് ചെയ്തിട്ട് കഴിച്ചാൽ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഒരു ഈവനിങ് സ്നാക്കായിട്ട് ഉപയോഗിക്കാവുന്ന ഒന്നാണ് ഇത്. ഇപ്പോൾ ബ്രെഡ് സ്റ്റിക്സ് ഉണ്ടാക്കുന്നത് ഞാൻ ഓൾ പർപ്പസ് ഫ്ലോർ 1.5 കപ്പ് എടുത്തിട്ടുണ്ട്. 190 ഗ്രാമാണ് ഇത്. അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് ചേർക്കണം. ഈസ്റ്റ് 3/4 ടീസ്പൂൺ, പഞ്ചസാര 2 ടീസ്പൂൺ. അതെല്ലാം കൂടെ നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കണം. ഇനി ഇതിലേക്ക് ചേർക്കുന്നത് 9 ടേബിൾ സ്പൂൺ വെള്ളമാണ്. വെള്ളം ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്യുക. ആദ്യം കുറച്ച് വീതം വെള്ളം ചേർക്കണം. ഇവിടെ ഞാൻ എടുത്തിട്ടുള്ള 11% പ്രോട്ടീൻ കണ്ടുള്ള ഓൾ പർപ്പസ് ഫ്ലോറാണ്. 8 മുതൽ 10 ടേബിൾ സ്പൂൺ വെള്ളം വേണ്ടി വരും. അത് ഓരോ പൊടിക്കനുസരിച്ച് വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ നമ്മൾ വെള്ളം കുറച്ച് ചേർത്തിട്ട് മിക്സ് ചെയ്യാം. ഇനി ഇത് 2-3 മിനിറ്റ് നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കണം. വെള്ളം ചേർത്ത് കഴിയുമ്പോൾ അതിൽ വെള്ളം കൂടിപ്പോയി തോന്നുകയാണെങ്കിൽ 1 ടേബിൾ സ്പൂൺ മൈദയും കൂടി ചേർത്തിട്ട് വേണം കുഴയ്ക്കാനായിട്ട്. ഇപ്പോൾ വെള്ളം കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ അതിലേക്ക് 1 ടീസ്പൂൺ വീതം വെള്ളം ചേർത്ത് മിക്സ് ചെയ്യണം. ഇനി നമ്മൾ ഈ കുഴച്ച മാവ് ഒരു ബൗളിലേക്ക് എടുത്ത് വയ്ക്കാം. എന്നിട്ട് നല്ലതുപോലെ കവർ ചെയ്ത് വെക്കണം. ഇനി അത് ഡബിൾ സൈസ് ആവുന്നവരെ ഒന്ന് പൊങ്ങുന്നതിനായിട്ട് മാറ്റി വയ്ക്കാം. ഇപ്പോൾ ഡബിൾ സൈസ് ആയിട്ടുണ്ട്. ആ മാവ് എടുത്തിട്ട് വീണ്ടും ഒന്നും കൂടെ കുഴയ്ക്കണം. ഇനി ഒന്ന് ചെറുതായിട്ടൊന്ന് പരത്തിയെടുക്കണം. ഇനി മാവിൻ്റെ നീളത്തിൽ കട്ട് ചെയ്തെടുക്കണം. അല്ലെങ്കിൽ നമുക്ക് ഓരോരോ ഉരുളകൾ ബോൾസ് പോലെ ഉണ്ടാക്കിയിട്ട് അത് കറക്റ്റ് അളവിൽ അളന്നെടുത്തിട്ട് അങ്ങനെ ചെയ്താൽ മതി. ഈ കട്ട് ചെയ്തെടുത്ത ഈ മാവ് നീളത്തിൽ ഉരുട്ടിയെടുക്കണം. ഇതേപോലത്തെ ഇത്ര നീളത്തിലാണ് ഞാനിത് ഉരുട്ടിയെടുക്കുന്നത്. ഒന്നില്ലെങ്കിൽ ഒത്തിരി തിന്നായിട്ട് റോൾ ചെയ്തെടുക്കുക, അല്ലെങ്കിൽ കുറച്ച് വണ്ണത്തിൽ റോൾ ചെയ്തെടുക്കുക എന്നുള്ളത് നമ്മുടെ ഇഷ്ടം പോലെ എടുക്കാവുന്നതാണ്. ഇവിടെ ഞാനിപ്പോൾ കുറച്ച് വണ്ണം കൂട്ടിയതും വണ്ണം കുറഞ്ഞതുമായിട്ടുള്ള അളവിലാണ് ഇതെല്ലാം റോൾ ചെയ്തെടുക്കുന്നത്. ഇപ്പോൾ റോൾ ചെയ്തെടുക്കുമ്പോൾ ഒത്തിരി ഇങ്ങനെ നീളം കൂടിയിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് കുറച്ച് മാവ് കട്ട് ചെയ്ത് മാറ്റിയിടണം. ഇവിടെ കട്ട് ചെയ്ത മാവിൻ്റെ അവിടെ നമ്മൾ ഒന്നും കൂടെ ഒന്ന് റോൾ ചെയ്തിട്ട് ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കുക. ഇനി ഒരു ബേക്കിംഗ് ട്രേയിലേക്ക് ഒരു ബട്ടർ പേപ്പർ ഇട്ടുണ്ട്. ഇനി നമുക്ക് ബേക്ക് ചെയ്യാനുള്ള ഈ ബ്രെഡ് സ്റ്റിക്സ് ഈ ട്രേയിലേക്ക് എടുത്ത് വയ്ക്കാം.
ഇത് ഞാൻ കട്ട് ചെയ്തെടുത്ത മാവാണ്. ഇത് നമുക്ക് വീണ്ടും ഒന്നുകൂടെ കുഴച്ചിട്ട് ഇതേപോലെ റോൾ ചെയ്തെടുക്കണം. ഇവിടെ ഞാൻ കുറച്ച് വെളുത്ത എള്ള് എടുത്തിട്ടുണ്ട്. 1-2 ടേബിൾ സ്പൂൺ വെളുത്ത എള്ള്. നമ്മൾ റോൾ ചെയ്ത് വെച്ച ഈ മാവ് ഈ എള്ളിൻ്റെ മുകളിലിട്ട് നിന്ന് റോൾ ചെയ്തെടുക്കണം. ഇപ്പോൾ റോൾ ചെയ്തെടുത്ത ഈ മാവിൽ എള്ള് ഒട്ടിപ്പിടിക്കുന്നില്ലെങ്കിൽ നമ്മൾ ആ മാവിൻ്റെ മുകളിൽ കുറച്ച് വെള്ളം ഒന്ന് തളിച്ചു കൊടുക്കണം. എന്നിട്ട് ആ എള്ളിൻ്റെ മുകളിലിട്ട് ഒന്ന് റോൾ ചെയ്തെടുത്താൽ മതി. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് കറുത്ത എള്ളും കൂടി ചേർക്കുന്നുണ്ട്. റോൾ ചെയ്ത് വെച്ച ബാക്കിയുള്ള മാവെല്ലാം ഈ എള്ളിലിട്ടിട്ട് റോൾ ചെയ്തെടുക്കാം. ഇനി ഇത് അടച്ചു വെച്ച് ഒരു 15 മുതൽ 20 മിനിറ്റ് വരെ വയ്ക്കണം. ഈ സമയത്ത് ഓവൻ പ്രീ ഹീറ്റ് ചെയ്യാൻ ഇടണം. 200 ഡിഗ്രിയിൽ 15 മുതൽ 20 മിനിറ്റ് വരെ പ്രീ ഹീറ്റ് ചെയ്താൽ മതി. ഇപ്പോൾ ഓവൻ നല്ലതുപോലെ ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ട്രേ എടുത്ത് ഓവൻ്റെ ഉള്ളിലോട്ട് എടുത്ത് വയ്ക്കാം. ഇപ്പോൾ ബേക്ക് ചെയ്യേണ്ട സമയം ഏകദേശം 20 മുതൽ 25 മിനിറ്റാണ്. അത് നോക്കണം. നല്ലൊരു കളർ, മുകളിൽ നല്ലൊരു ഗോൾഡൻ കളറും അതുപോലെ നല്ല ക്രിസ്പി ആവുന്നവരെ ബേക്ക് ചെയ്തെടുക്കാം. ഓവനിൽ നിന്ന് പുറത്തെടുത്ത് കഴിയുമ്പോൾ അത് നല്ലതുപോലെ ക്രിസ്പി ആയിട്ടില്ലാന്ന് തോന്നുകയാണെങ്കിൽ വീണ്ടും ഒന്നും കൂടെ ഓവനിൽ വെച്ചിട്ട് ഒരു 5 മിനിറ്റോ 10 മിനിറ്റോ കൂടെ ബേക്ക് ചെയ്തെടുക്കണം. ഞാൻ ഇതിന് മുകളിൽ ബ്രഷ് ചെയ്യാനായിട്ട് 2 ടേബിൾ സ്പൂൺ മെൽറ്റ് ചെയ്ത ബട്ടർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ ഗാർലിക് പൗഡർ ചേർക്കണം. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്യാം. ഇനി നമുക്ക് ഗാർലിക് ബട്ടർ ഇതിൻ്റെ മുകളിലേക്ക് ബ്രഷ് ചെയ്യാം. ഇപ്പോൾ ഗാർലിക് ബട്ടർ വേണ്ട, ഇഷ്ടമില്ലാത്തവർക്ക് ഒന്നും ചെയ്യേണ്ട, വെറുതെ നമുക്ക് കഴിക്കാവുന്നതാണ്. ഇപ്പോൾ വണ്ണം കൂടിയ സ്റ്റിക്കെല്ലാം ഉള്ളിൽ സോഫ്റ്റും പുറത്ത് നല്ല ക്രിസ്പി ആയിരിക്കും. വണ്ണം കുറഞ്ഞ സ്റ്റിക്കെല്ലാം ക്രിസ്പിയാണ്. അപ്പോൾ നമുക്ക് ഏതാ ഇഷ്ടമുള്ളതെന്ന് വെച്ചാൽ അതനുസരിച്ച് ബേക്ക് ചെയ്തെടുക്കാവുന്നതാണ്.